ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. റിംഗ് നോട്ടും ഫ്രഞ്ച് നോട്ടും അതുപോലെ തന്നെ ലോങ് ഫ്രഞ്ച് നോട്ടും ഒക്കെ സ്റ്റിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വരുന്നുണ്ടായിരുന്നു, ഒട്ടും പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കോട്ടൻ്റെ ത്രെഡ് വെച്ച് ഇതെല്ലാം ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറും പഠിപ്പിച്ച് തരാം ഞാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ഇവിടെ കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, പിന്നെ നീഡിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോർത്തെടുത്തതിന് ശേഷം 6 സ്ട്രാൻഡ്സിലാണ് ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത്. സ്ട്രാൻഡ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സ്ട്രാൻഡ്സ് എടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 സ്ട്രാൻഡ്സ് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ സൂചി ഇങ്ങനെ പിടിച്ചിട്ട് നൂലിങ്ങനെ പിടിച്ച് കണ്ടില്ലേ, ഇതുപോലെ ചുറ്റണം ഒരു തവണ. കണ്ടോ, ഫസ്റ്റ് നമുക്ക് ഒരു തവണ ചുറ്റി ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് ചെയ്യേണ്ടത് നമ്മൾ. അതായത് ഇപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പോപ്ലിൻ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ തുണിയുടെ മുകളിൽ, അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിങ്ങനെ സൂചി കുത്തിയെടുത്തതിൻ്റെ അതിലല്ല നമ്മൾ വീണ്ടും സൂചി കുത്തേണ്ടത്, തൊട്ടിപ്പുറത്തായിട്ട് വേണം സൂചി കുത്തേണ്ടത് കേട്ടോ. തൊട്ടടുത്തായിട്ട് നമ്മൾ കുത്തിയെടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ട് വേണം വീണ്ടും നമ്മൾ സൂചി കുത്തി ഇറക്കുന്നത്. മനസ്സിലായോ? നമ്മൾ സൂചി കുത്തി എടുത്തതിൻ്റെ അതേ ഇതിൽ നമ്മൾ സൂചി കുത്തി ഇറക്കരുത്. അതുകൊണ്ടാണ് നമ്മുടെ ത്രെഡൊക്കെ കുരുങ്ങി പോകുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. നമ്മുടെ സൂചി കുത്തി എടുത്തതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതുപോലെ പതിയെ സൂചി കുത്തി താഴോട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒറ്റ തവണയാണ് ചുറ്റി കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നല്ല ത്രെഡിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡോളിയുടെ ത്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 100% പറയുന്നു, ഒട്ടും പറ്റത്തില്ല. കാരണം അതിങ്ങനെ പിരുന്ന് ഒരുമാതിരി സിൽക്ക് ത്രെഡൊക്കെ പോലെ ഇങ്ങനെ പിരുന്നൊക്കെ പോകുന്ന ത്രെഡാണ് ഡോളിയുടെ ത്രെഡ്. അപ്പോൾ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ, ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് രംഗോലിയുടെ ത്രെഡ് എടുക്കുക. രംഗോലി ത്രെഡ് ഒട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആങ്കർ ത്രെഡിൽ തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പാടുള്ള ത്രെഡിലൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് നിർത്തും. കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച്, അതായത് രംഗോലി ത്രെഡ് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ആങ്കർ ത്രെഡ് എടുക്കുക, എന്നിട്ട് അതിൽ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് വേഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഒരു ചുറ്റാണ് നമ്മൾ ചുറ്റിക്കൊടുത്ത് ഫ്രഞ്ച് നോട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 2 ചുറ്റാണ് കേട്ടോ ചുറ്റിക്കൊടുത്തിട്ട് നമ്മുടെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതാ 3 ചുറ്റി നമ്മുടെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, എനിക്കിതുവരെയും തെറ്റിപ്പോയില്ലല്ലോ, എനിക്കിതുവരെ നൂലിൽ കുരുങ്ങിയില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഇത് ശരിയാക്കണം, എന്നെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഒട്ടും പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതൊന്നും പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതൊക്കെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫ്രഞ്ച് നോട്ടൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ.
അപ്പോൾ അതാ ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവർ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു തവണ ചുറ്റിയിട്ടല്ലേ, അപ്പോൾ നമ്മൾ ഒരു തവണ ചുറ്റിയിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സെൻട്രലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിനുമായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. കുഞ്ഞ് ഫ്ലവറാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് നോട്ട് ഫ്ലവറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് റിംഗ് നോട്ട് സ്റ്റിച്ചാണ്. അപ്പോൾ ഇനി നമുക്കിതാ
എന്താ നമുക്ക് റിംഗ് നോട്ട് വെച്ചിട്ട് ഫ്ലവർ ചെയ്യാം. ആദ്യം നമുക്കൊരു ചെറിയ ഫ്ലവർ ചെയ്യാം, പിന്നെ നമുക്ക് 2 ലെയർ വരുന്ന റിംഗ് നോട്ട് ഫ്ലവർ ഇവിടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചുറ്റിനും റിംഗ് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാലേ നമുക്ക് ഒരേ വലിപ്പമുള്ള റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫ്ലവർ ചെയ്യുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ എന്താ ഇതിൻ്റെ ചുറ്റിനും ആ ഒരു ഫ്രഞ്ച് നോട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതിൻ്റെ ചുറ്റിനുമായിട്ട് റിംഗ് നോട്ടുകൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്യുന്നത്. നമ്മുടെ അതായത് ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ട് വരച്ചു കൊടുത്തു, അതിനകത്തേക്ക് നമ്മളൊരു റൗണ്ടും കൂടി വരച്ചു കൊടുത്തിട്ട് അകത്തെ ആ ഒരു റൗണ്ടിൽ നിന്ന് പുറത്തേക്ക് നമ്മളിതുപോലെ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ പുറത്ത് ആ ഒരു ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ടൊരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ ചുറ്റിനുമായിട്ട് റിംഗ് നോട്ടുകൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ കുഞ്ഞ് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തില്ലേ, അതുപോലെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ടും ഒക്കെ ഫ്ലവറും അതുപോലെ തന്നെ സ്റ്റിച്ചും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്യാം. അതായത് നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം. ബുള്ളിയൻ റോസ് ഒട്ടും ചെയ്ത് നോക്കി, അതായത് ഒട്ടും പറ്റാത്തവർക്ക് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് പഠിച്ചാലേ ഓക്കെ ആവത്തുള്ളൂ. അത് നിങ്ങൾ കറക്റ്റ് ഫസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് അത്രയും വരുന്ന ഒരു ലൈനാണ് വരച്ചു കൊടുത്തത്. അതിനുശേഷം ഇതുപോലെ സൂചി, ഇതുപോലെയാണ് നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചി കുത്തിയെടുക്കേണ്ടത്. അതിനുശേഷം സൂചിയിലേക്ക് നമ്മളിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 8 അല്ലെങ്കിൽ ഒരു 10 തവണയാണ് കേട്ടോ ഞാൻ ചുറ്റി കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 10 തവണയാണെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് പതിയെ വലിച്ചെടുക്കുക. വെപ്രാളം പിടിച്ച് വലിച്ച് സൂചി എടുക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുരുങ്ങി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പതിയെ, അതായത് ഒട്ടും പറ്റാതെ നന്നായിട്ട് ടൈറ്റാക്കി വലിക്കരുത്. പതിയെ വേണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതാ ബുള്ളിയൻ റോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ റൗണ്ട് വരയ്ക്കുന്നില്ല. റൗണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ട് ഇതുപോലെ 2 ലൈൻസ്, ഈക്വൽ ലൈൻസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം.
ശേഷം ആ 2 ലൈൻസിലും ഞാനൊരു 8 ലൂപ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് 8 തവണയാണ് സൂചിയിൽ നൂല് ചുറ്റി കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ചുറ്റിനും 12 to 14 തവണ വരെ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. സൂചിയിലേ നൂലിങ്ങനെ ചുറ്റി കൊടുത്ത് ലൂപ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ 12ഓ 14ഓ ആണ് കേട്ടോ ചെയ്തത്. നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബുള്ളിയൻ റോസ് ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് പഠിക്കുക, അതിനുശേഷം ബുള്ളിയൻ റോസ് ചെയ്യുക, പെർഫെക്റ്റ് ആവും, ഓക്കെ ആവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ്, അതായത് ഇപ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ സൂചി കുത്തിയില്ലേ. പക്ഷേ ലോങ് ഫ്രഞ്ച് നോട്ട് ആകുമ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതുപോലെ സൂചി കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇതുപോലെ.
അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചുറ്റിനുമായിട്ട് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് ലേസി ഡേയ്സി സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ലേസി ഡേയ്സിയുടെ ഫ്ലവറാണ് ചെയ്തു കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിഞ്ഞു. നമ്മൾ ഇത്രയും സ്റ്റിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഫ്രഞ്ച് നോട്ട് പാടാണ്, റിംഗ് നോട്ട് പാടാണെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം മാത്രം ഫ്ലവർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.